എല്ലാവർക്കും മൂവി ടൈം ഹൗസിന്റെ നമസ്കാരം. ഞാൻ ഇന്നലെ മോഹിനിയാട്ടം മൂവി കണ്ടു. അതിന്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആദ്യ ഭാഗം ലളിതമായ രീതിയിൽ കഥ പറഞ്ഞപ്പോൾ ഈ ഭാഗം കുറച്ച് കൂടുതൽ സങ്കീർണതയും ഇരുണ്ട സ്വഭാവവും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നിരുന്നാലും രണ്ടാം പകുതിയിൽ പ്രേക്ഷകർക്ക് നന്നായി ചിരിക്കാനുള്ള മുഹൂർത്തങ്ങൾ ഒരുക്കുന്നുണ്ട്. കഥ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ടു പോകുന്നത്. പുതിയ കഥാപാത്രങ്ങളും പുതിയ പശ്ചാത്തലവും ചേർന്നാണ് ഈ ഭാഗം വികസിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന ഗോവിന്ദനാണ് ചിത്രത്തിന്റെ കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് സംഭവങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആദ്യ ചിത്രത്തിൽ കാണിച്ചിരുന്ന ലളിതത്വത്തേക്കാൾ ഈ ഭാഗത്തിൽ ക്രൈം ഘടകങ്ങളും കൂടുതൽ പ്രാധാന്യം നേടുന്നു. അതോടൊപ്പം ഹാസ്യവും നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ സ്വഭാവമാറ്റങ്ങളും ബന്ധങ്ങളിലെ വ്യത്യാസങ്ങളും ഈ ഭാഗത്തിൽ വ്യക്തമായി കാണാം. പ്രകടനങ്ങളിൽ സുരാജ് വെഞ്ഞാറമൂടും മികച്ച രീതിയിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. സൈജു കുറുപ്പിന്റെ കഥാപാത്രം ഈ ഭാഗത്തിൽ കൂടുതൽ മാറ്റങ്ങളോടെയാണ് എത്തുന്നത്. വിനയ് ഫോർട്ടും ജഗദീഷും അവരുടെ പ്രകടനങ്ങളിലൂടെ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. മൊത്തത്തിൽ മുൻ ചിത്രത്തേക്കാൾ വ്യത്യസ്തമായ ശൈലിയിൽ ഹാസ്യത്തോടൊപ്പം ക്രൈം ഘടകങ്ങളും ചേർന്ന ഒരു സിനിമാനുഭവമാണിത്. ചെറിയ കുറവുകളുണ്ടായാലും വ്യത്യസ്തമായ രീതിയിൽ കഥ പറയാൻ ശ്രമിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ഒരു തിയേറ്റർ വാച്ച് മൂവി എന്നൊന്നും പറയാനില്ല, OTTയിൽ ഇറങ്ങുമ്പോൾ കാണാമെന്നല്ലാതെയുള്ളൂ. പുതിയ സിനിമാ റിവ്യൂസുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും അമർത്താൻ മറക്കരുതേ.